പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നലെ ശിവരാത്രിയായിരുന്നു, ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് JD's കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. DRDO ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുള്ള പരീക്ഷിച്ചിട്ടുള്ള ഒരു മിസൈൽ ആണ് നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 25 ഏത് സംഘടനയാണ് നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് NASM-SR പരീക്ഷിച്ചത്? DRDOയും ഇന്ത്യൻ നാവികസേനയും. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയും ഇന്ത്യൻ നേവിയും സംയുക്തമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ഒരു നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് മിസൈൽ ആണിപ്പോൾ 25 ഫെബ്രുവരിക്ക് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഈ മിസൈലിൻ്റെ പേരാണ് NASM-SR, അതായത് നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. 2025 ഫെബ്രുവരി 25 DRDOയും ഇന്ത്യൻ നാവികസേനയും നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് പരീക്ഷിച്ചത് ഏത് ശ്രേണിയിലാണ്? ഇൻ്റിഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചാന്ദിപ്പൂർ. ഒഡീഷയിലുള്ള ഒരു ടെസ്റ്റ് റേഞ്ച് ആണ്. ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ടെസ്റ്റ് റേഞ്ച് ആണ് ITR എന്ന് പറയുന്ന ഇൻ്റിഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച്. ഇവിടെ വെച്ചാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 25 ഇന്ത്യൻ നേവിയും DRDOയും സംയുക്തമായിട്ട് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. ഇത് ഇന്ത്യൻ നേവിക്ക് വീണ്ടും ഒരു പവർഫുൾ ആക്കുന്ന ലെവലിലുള്ള ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2020 ഡിഫൻസ് എക്സ്പോയിൽ വന്നിട്ടുള്ള, അന്ന് DRDO എക്സിബിഷൻ വെച്ചിട്ടുള്ള ഒരു മിസൈൽ ആണ് NASM-SR എന്ന് പറയുന്ന മിസൈൽ. ഇതിൻ്റെ ഫയറിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ 55 കിലോമീറ്റർ ആണ്. 2025 ഫെബ്രുവരി 25 പരീക്ഷിച്ച നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് ഏത് തരം മിസൈൽ ആണ്? എയർ ടു സർഫേസ് മിസൈൽ. NASM-SR എന്ന് പറയുന്നത് എയർ ടു സർഫേസ് മിസൈൽ ആണ്. ഈ കഴിഞ്ഞ 25 ഫെബ്രുവരിക്ക് പരീക്ഷിച്ചിട്ടുള്ള ഈ മിസൈൽ ഹെലികോപ്റ്ററിൽ നിന്നാണ് പരീക്ഷിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ വഴി, അതായത് 55 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള ഈ മിസൈൽ എയർ ടു സർഫേസ് ആണിത്. ഇതിൻ്റെ വേഗത എന്ന് പറയുമ്പോൾ 0.8 മാക്ക് ആണ്, അതായത് ഏതാണ്ട് 945 കിലോമീറ്റർ പെർ ഹവർ എന്ന രീതിയിലുള്ള റേഞ്ച് ആണ് NASM-SR എന്ന് പറയുന്ന ഡിഫൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മിസൈൽ, നേവൽ ആൻറ്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് NASM-SR. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, അനിൽ ചൗധരി ടു ഒഫീഷ്യേറ്റ് റെക്കോർഡ് 5th രഞ്ജി ട്രോഫി ഫൈനൽ ഇൻ 2024-25. 2024-25 അഞ്ചാമത്തെ രഞ്ജി ട്രോഫി ഫൈനൽ അനിൽ ചൗധരി നിയന്ത്രിക്കും. അനിൽ ചൗധരി അദ്ദേഹം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഒരു ഫൈനൽ മത്സരം, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രഞ്ജി ട്രോഫിയിൽ അമ്പയർ ആകുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 വിദർഭ കേരള രഞ്ജി ട്രോഫി ഫൈനൽ ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. നാഗ്പൂരിലുള്ള വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള വിദർഭ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം. ആദ്യമായിട്ടാണ് കേരളം രഞ്ജി ട്രോഫിയിൽ ഒരു ഫൈനൽ മത്സരം കളിക്കുന്നത്. ഈ മത്സരത്തിൻ്റെ വേദി എന്ന് പറയുമ്പോൾ അത് നാഗ്പൂരിലുള്ള വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയമാണ്. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം 2024-25 വിദർഭ കേരള രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ ഫീൽഡ് അമ്പയർ ആരാണ്? അനിൽ ചൗധരി. മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു, അനിൽ ചൗധരി വീണ്ടും അഞ്ചാമത്തെ പ്രാവശ്യം രഞ്ജി ട്രോഫിയിൽ അമ്പയർ ആകാൻ പോകുന്ന കാര്യം. ഏതാണ്ട് 90 മത്സരങ്ങളിൽ അമ്പയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിൽ ചൗധരി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലെ അമ്പയർ ആയിട്ട് നിൽക്കുന്നത്. വിദർഭ കേരള എന്നീ 2 ടീമുകൾ ആണിപ്പോൾ ടെസ്റ്റ് മത്സരമായിട്ടുള്ള രഞ്ജി ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്, അതായത് രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് ഫൈനൽ മത്സരത്തിൽ എത്താൻ സാധിച്ചു എന്ന് തന്നെ. 2024-25 രഞ്ജി ട്രോഫി ഫൈനലിൽ 5ാം തവണ അമ്പയർ ചെയ്തത് ആരാണ്? അനിൽ ചൗധരി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് അനിൽ ചൗധരിയാണ് 5ാമത്തെ പ്രാവശ്യം രഞ്ജി ട്രോഫി 2024-25 ആ ഫൈനൽ മത്സരത്തിൽ ഫീൽഡ് അമ്പയർ ആകുന്നത്. ഇദ്ദേഹം ഫീൽഡ് അമ്പയർ ആണ്. 2024-25 രഞ്ജി ട്രോഫി ഫൈനലിലുള്ള കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? സച്ചിൻ ബേബി.
കേരളത്തിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആണ്, ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് സച്ചിൻ ബേബി. സച്ചിൻ ബേബിയാണ് ഇപ്പോൾ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് താരം. ഇന്നിപ്പോൾ വിദർഭ കേരള രഞ്ജി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു നാഗ്പൂരിലുള്ള വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ സെറ്റ്സ് 5 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ 5 ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ 5 ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ അതൊരു നേട്ടം തന്നെയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആയുർവേദത്തിന്റെ പ്രാധാന്യം ശക്തിപ്പെടുത്തിയതിന് 5 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നേടിയ ക്യാമ്പയിൻ ഏതാണ്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. അതായത് ഏറ്റവും അടുത്ത് നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ ഫെബ്രുവരി 20 അവസാനിച്ച ഒരു ക്യാമ്പയിൻ മിനിസ്ട്രി ഓഫ് ആയുഷും ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ ആയുർവേദത്തെ പരിപോഷിക്കുക, ശക്തിപ്പെടുത്തുക എന്ന രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. ഈ ഒരു ക്യാമ്പയിൻ ആണ് 5 ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ളത്. ഒരു ആഴ്ചയിൽ ആരോഗ്യ ക്യാമ്പയിന്റെ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞകൾ എടുത്തതിന് ഏത് ക്യാമ്പയിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. 6,04,912 പ്രതിജ്ഞകൾ. അതായത് ഇത്രയും പ്രതിജ്ഞകൾ എടുത്തിട്ടുള്ള, അതായത് ഒരു ക്യാമ്പയിൻ ഒരാഴ്ച കൊണ്ട് ഇത്രയും പ്ലഡ്ജസ് എടുത്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ക്യാമ്പയിനാണ് ഏറ്റവും കൂടുതൽ ഒരാഴ്ചയിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ക്യാമ്പയിൻ എന്ന രീതിയിലാണ് ഈ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞകൾ എടുത്തതിന് ചൈനയിലെ സിഗ്ന ആൻഡ് CMB ലൈഫ് ഇൻഷുറൻസിന്റെ റെക്കോർഡ് മറികടന്നത് ഏത് ക്യാമ്പയിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത്? ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ. അതായത് ചൈനയിലെ സിഗ്ന ആൻഡ് CMB ലൈഫ് ഇൻഷുറൻസ്, ഈ ഒരു കമ്പനി എടുത്തിട്ടുള്ള പ്രതിജ്ഞ, അതിനെ മറികടന്നുകൊണ്ടാണ് ദേശ് കി പ്രകൃതി പരീക്ഷൺ അഭിയാൻ എന്ന ക്യാമ്പയിൻ ഒരു മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ, വേൾഡിൽ തന്നെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതുകൊണ്ട് ഒരാഴ്ച പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ, ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ എന്നീ 2 റെക്കോർഡ് ആണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ളത്. ദേശ് കാ പ്രകൃതി പരീക്ഷൺ അഭിയാൻ 5 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ നേടിയ 3 മേഖലകൾ ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രതിജ്ഞകൾ, ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ, ഏറ്റവും കൂടുതൽ വീഡിയോകൾ. 3 ഏരിയ, ഒന്ന് ഏറ്റവും പ്ലഡ്ജസ്, ഏറ്റവും കൂടുതൽ ഫോട്ടോസ്, അതുപോലെ ഏറ്റവും കൂടുതൽ വീഡിയോസ്. ഈ 3 കാര്യങ്ങളിലാണ് 5 റെക്കോർഡ് നേടിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റഡ് ദി ഹിസ്റ്റോറിക് ജുമോർ എൻസംബ്ലി. പ്രധാനമന്ത്രി മോദി ചരിത്രപ്രസിദ്ധമായ ജുമോർ എൻസംബ്ലെ ഉദ്ഘാടനം ചെയ്തു. അതായത് ജുമോർ എന്നൊരു നാടോടി നൃത്തം. ഈ ഒരു നാടോടി നൃത്തം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു നാടോടി നൃത്തമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിരുന്നു. ജുമോർ എന്ന് പറയുന്ന ഈ നാടോടി നൃത്തം ഇത് നടന്നിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 24 അസമിലെ 8,000 യുവ ആദിവാസികൾ അവതരിപ്പിച്ച നാടോടി നൃത്തം ഏതാണ്? ജുമോർ. ജുമോർ എന്ന് പറയുന്ന ഒരു നാടോടി നൃത്തം 8,000 യുവ ആദിവാസികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നാടോടി നൃത്തമായിരുന്നു. ഇത് നടന്നിട്ടുള്ളത് ഫെബ്രുവരി 24 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിരുന്നു ഈ ഒരു നൃത്തം ഇത് ഉദ്ഘാടനം ചെയ്തത്. 2025 ഫെബ്രുവരി 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ജുമോർ നാടോടി നൃത്തം അവതരിപ്പിച്ചത് ഏത് സമൂഹമാണ്? അസമിലെ തേയിലത്തോട്ട സമൂഹത്തിലെ പുരുഷന്മാരും സ്ത്രീകളും. അസമിലെ 8,000 പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിൽ നടന്നിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ്, ഒരു നാടോടി നൃത്തമായിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി 24 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു നാടോടി നൃത്തം. 2025 ഫെബ്രുവരി 24 ജുമോർ നാടോടി നൃത്തത്തിനിടെ തേയിലത്തോട്ട സമൂഹം വായിച്ച 200 വർഷത്തെ പരമ്പരാഗത ഡ്രമ്മിന്റെ പേരെന്താണ്? ദോംസ. അതായത് ഈ ഒരു ഡാൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡ്രം 200 വർഷം പഴക്കമുള്ള ഒരു ഡ്രം ആയിരുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹം ഈ ഡ്രം വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അത്രയ്ക്ക് പ്രശസ്തമായിട്ടുള്ള 200 വർഷം പഴക്കമുള്ള ഒരു ഡ്രം ആയിരുന്നു ദോംസ എന്ന് പറയുന്ന ഈ ഡ്രം.
ഈ ഡ്രമ്മിന്റെ ആ താളത്തിലാണ് 8,000-ഓളം യുവ ആദിവാസികൾ അന്ന് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു നൃത്തം. ആ നൃത്തത്തിന്റെ പേരാണ് ജുമോർ എന്ന് പറയുന്ന നൃത്തം. കാസിരംഗ ദേശീയോദ്യാനത്തിൽ രാത്രി തങ്ങിയ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം 2024 മാർച്ച് 7-ാം തീയതി കാസിരംഗയിൽ താമസിച്ചിരുന്നു. അതായത് ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു നാഷണൽ പാർക്കിൽ തങ്ങുന്നത്. കാസിരംഗ നാഷണൽ പാർക്ക് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ആസാമിലെ ഒരു നാഷണൽ പാർക്ക് ആണ്. റൈനോ ആണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൃഗം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രകൃതി 2025 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കാർബൺ മാർക്കറ്റ്. പ്രകൃതി 2025 കാർബൺ മാർക്കറ്റുകളെ കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനം. നമുക്കറിയാം കാർബൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന്. അതായത് കാർബൺ പൊല്യൂഷൻ അതുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് നടന്നിട്ടുള്ളത്. പ്രകൃതി 2025 ഇത് നടന്നിട്ടുള്ളത് എവിടെയാണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 24 കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 24-ാം തീയതി ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കാർബൺ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. പ്രകൃതി 2025 എന്ന പേരിലാണ് ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഇത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കാർബൺ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. 2025 ഫെബ്രുവരി 24 കാർബൺ വിപണികളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് ഈ ഒരു പ്രോഗ്രാം അത് നടത്തിയിട്ടുള്ളത്. പ്രകൃതി 2025 പരിവർത്തന സംരംഭങ്ങൾ സംയോജിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി, അവബോധം, അറിവ്, വിഭവങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ മനോഹർ ലാൽ, പവർ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അദ്ദേഹം വൈദ്യുതി ഭവന നഗരകാര്യ മന്ത്രിയാണ്. പ്രകൃതി 2025 എന്ന് പറയുമ്പോൾ പ്രൊമോട്ടിംഗ് റെസിലിയൻസ്, അവയർനെസ്, നോളജ് ആൻഡ് റിസോഴ്സ് ഫോർ ഇൻറ്റിഗ്രേറ്റിംഗ് ട്രാൻസ്ഫോർമേഷണൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒന്നാണ് പ്രകൃതി 2025. ഇത് കാർബൺ ആയി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കാർബണിന്റെ ഉദ്ഭവനം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു ഈ ഒരു കോൺഫറൻസ്. 2025 പ്രകൃതിയിൽ പങ്കെടുത്ത ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസിഡറുടെ പേര് ആക്ട്രസ് ദിയ മിർസ. യുവിൻ്റെ ഒരു ഗുഡ്വിൽ അംബാസിഡർ ആണ് ആക്ട്രസ് ആയിട്ടുള്ള ദിയ മിർസ. ദിയ മിർസയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇബ്രാഹിം സാദ്രാൻ മേഡ് ദി ഹൈ സ്കോർ ഇൻ ദി ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇബ്രാഹിം സാദ്രാൻ ഏറ്റവും ഉയർന്ന സ്കോർ നേടി. ചാമ്പ്യൻസ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ്? ഇബ്രാഹിം സാദ്രാൻ 177 റൺസ്. ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ഒരു താരം എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇബ്രാഹിം സാദ്രാൻ ആണ്. 177 റൺസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ചരിത്രത്തിന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ആണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടി ചരിത്രം സൃഷ്ടിച്ച ഇബ്രാഹിം സാദ്രാൻ ഏത് രാജ്യക്കാരനാണ്? അഫ്ഗാനിസ്ഥാൻ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു അഫ്ഗാനിസ്ഥാനെ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇബ്രാഹിം സാദ്രാൻ 177 റൺസ് നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇബ്രാഹിം സാദ്രാൻ ആരുടെ റെക്കോർഡ് ആണ് മറികടന്നത്? ബെൻ ഡെക്കറ്റ്സ്, ഓസ്ട്രേലിയ 165 റൺസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയിലെ ബെൻ ഡെക്കറ്റ്സ് ആണ് 165 റൺസ് നേടിക്കൊണ്ട് ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന ലെവലിലെത്തിയത്. എന്നാൽ അതിനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 177 റൺസ് നേടിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഇബ്രാഹിം സാദ്രാൻ ആ ഒരു നേട്ടം കൈവരിച്ചു. അതായത് ഹയസ്റ്റ് സ്കോർ ഇൻ ദി ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി 50 ഓവറിലുള്ള വൺ ഡേ ഇന്റർനാഷണൽ മത്സരമാണ് ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി 2025 ഏതൊക്കെ രാജ്യങ്ങളിലാണ് കളിക്കുന്നത്? പാകിസ്ഥാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2 രാജ്യങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി. ICC ഓർഗനൈസ് ചെയ്യുന്ന ഒരു മത്സരമാണ് ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് 1998 ബംഗ്ലാദേശിലാണ്. ഇപ്പോൾ
ലേറ്റസ്റ്റ് ആയിട്ടുള്ള മത്സരമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആണ് ആദ്യമായിട്ട് വഹിക്കാൻ പോയിട്ടുള്ളതും. എന്നാൽ അത് ഇന്ത്യ എതിർത്തു. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ വെന്യൂ കൂടി ഉണ്ടായിട്ടുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ. അടുത്ത ചാമ്പ്യൻസ് ട്രോഫി ഇനി 2029 അത് ഇന്ത്യയിൽ വെച്ചായിരിക്കുള്ളൂ അടുത്ത ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയുള്ളൂ. ജെഡിസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.